എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു ബ്രാൻഡിനെക്കുറിച്ചാണ്. ലെൻസ്കാർട്ട്. വെറുമൊരു കണ്ണട കച്ചവടം എന്നതിലുപരി ഒരു സാധാരണ പ്രോഡക്റ്റിനെ അവരെങ്ങനെയാണ് ഒരു വിപ്ലവമാക്കി മാറ്റിയത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നോ പണ്ട് കാലത്തേക്ക് പോയി നോക്കിയാലോ? ലെൻസ്കാർട്ടൊക്കെ വരുന്നതിനു മുൻപ് കണ്ണട വാങ്ങണമെന്ന് വെച്ചാൽ എന്തായിരുന്നു അവസ്ഥ? നമ്മളൊക്കെ കുറേ കടകൾ കയറിയിറങ്ങണം. അവിടെയുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഫ്രെയിമുകളിൽ നിന്ന് ഇഷ്ടമില്ലാതെ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. പോരാത്തതിന് വലിയൊരു കാശും കൊടുക്കണം. എന്നിട്ടോ ദിവസങ്ങളോളം കാത്തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ബോറടിപ്പിക്കുന്ന പരിപാടിയായിരുന്നു അല്ലേ? പക്ഷേ ഈ കണ്ണട വാങ്ങുന്നതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പറ്റിയാലോ? ആ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്, നിങ്ങൾക്കറിയാമോ, ലെൻസ്കാർട്ട് എന്ന ആശയം തന്നെ ഉണ്ടാകുന്നത്. ഈ മടുപ്പിക്കുന്ന ജോലിയെ ഒരു രസകരമായ അനുഭവമാക്കി മാറ്റുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ശരി, നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ലെൻസ്കാർട്ട് വരുന്നതിനു മുൻപ് നമ്മുടെ കണ്ണട വിപണിയുടെ അവസ്ഥ ശരിക്കും എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ? ഒന്നാലോചിച്ചു നോക്കൂ. അന്ന് മാർക്കറ്റിന്റെ ഒരു 83% അസംഘടിതമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കണ്ണട കടകള്. അവിടെ ഒരു കൃത്യമായ വിലയോ ക്വാളിറ്റിയിലൊരു ഉറപ്പോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. തിരഞ്ഞെടുക്കാനാണെങ്കിലോ വളരെ കുറച്ചു മോഡലുകൾ. പിന്നെ 97% കച്ചവടവും ഓഫ്ലൈൻ, അതായത് കടയിൽ പോയേ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമറിന് യാതൊരു വിലയുമില്ലാത്ത ഭയങ്കര അസൗകര്യമുള്ള ഒരു സിസ്റ്റമായിരുന്നു അത്. ഇങ്ങനെയൊരു മാർക്കറ്റിലേക്കാണ് ഒരു പുതിയ കാഴ്ചപ്പാടുമായി ലെൻസ്കാർട്ടിന്റെ എൻട്രി. എങ്ങനെയാണ് അവരെ കളിയാകെ മാറ്റിയതെന്ന് നോക്കാം അല്ലേ? ഇതാണ് ലെൻസ്കാർട്ടിന്റെ ഫൗണ്ടറായ പീയൂഷ് ബൻസാലിന്റെ ആ ഒരു ബ്രില്യന്റ് ഐഡിയ. അദ്ദേഹം പറഞ്ഞതിതാണ്: കണ്ണടയെ നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്നൊരു സാധനമായി കാണുന്നത്? അതിനെ ഒരു ഫാഷൻ ആക്സസറിയായിട്ട് കണ്ടുകൂടെ? അതായത് കാഴ്ചയ്ക്കുള്ള ഒരു ഉപകരണം എന്നതിലുപരി അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഈ ഒരൊറ്റ ചിന്തയാണ് ഗെയിം ചേഞ്ച് ചെയ്തത്. ആളുകൾ ഡ്രസ്സിന് ചേരുന്ന പലതരം കണ്ണടകൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ 2010 ലെൻസ്കാർട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങി. അവരുടെ ആദ്യത്തെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു: ഇന്റർനെറ്റ് ഉപയോഗിച്ച് കണ്ണടകൾ എല്ലാവർക്കും കുറഞ്ഞ വിലയിൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക. അപ്പോ ഈ ഐഡിയയൊക്കെ കൊള്ളാം. പക്ഷെ ഇതെങ്ങനെയാണ് അവര് ശരിക്കും ചെയ്തെടുത്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് അവരുടെ ആ ഒരു പ്ലേ ബുക്ക് ഒന്ന് തുറന്നു നോക്കാം. അവരുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഈ വാക്കാണ്: ഓംനി ചാനൽ സ്ട്രാറ്റജി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഓൺലൈൻ ഷോപ്പിംഗിന്റെ എളുപ്പവും നേരിട്ടുള്ള കടയിലെ പർച്ചേസിന്റെ വിശ്വാസവും ഒരുമിപ്പിക്കുക. അതായത് കസ്റ്റമറിന് എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും ഒരു തടസ്സവുമില്ലാതെ പർച്ചേസ് ചെയ്യാം. അതാണ് ഓംനി ചാനൽ. ഇതൊന്നു നോക്കൂ, ലെൻസ്കാർട്ട് ഇതെത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ഓൺലൈനിൽ ആയിരക്കണക്കിന് ഫ്രെയിമുകൾ കാണാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫോണിൽ തന്നെ വെർച്വലായിട്ട് ഇട്ടുനോക്കാം, ആ 3D ട്രൈ ഓൺ ഫീച്ചർ ഉപയോഗിച്ച്. ഇനി അതല്ല, നേരിട്ട് കാണണോ? നേരെ അടുത്തുള്ള ലെൻസ്കാർട്ട് സ്റ്റോറിലേക്ക് പോകാം. അവിടെ സൗജന്യമായി കണ്ണ് പരിശോധിച്ച് ഇഷ്ടപ്പെട്ട ഫ്രെയിം നേരിട്ടിട്ട് നോക്കി ഓർഡർ ചെയ്യാം. ഓൺലൈനിലെ സൗകര്യവും ഓഫ്ലൈനിലെ വിശ്വാസവും രണ്ടും ഒരുമിച്ച്. ഇനി അവരുടെ ഏറ്റവും വലിയൊരു ഇന്നൊവേഷൻ എന്താണെന്നറിയാമോ? ഈ ഹോം ട്രൈ ഓൺ പ്രോഗ്രാം. നമ്മൾ ഓൺലൈനിൽ ഒരു ഐ ടെസ്റ്റ് ബുക്ക് ചെയ്താൽ മതി. അവരുടെ ഒരു എക്സ്പേർട്ട് 100ലധികം ഫ്രെയിമുകളുമായി നമ്മുടെ വീട്ടിലെത്തും. അവിടെ വെച്ച് കണ്ണ് പരിശോധിച്ച് ഇഷ്ടമുള്ള ഫ്രെയിം തെരഞ്ഞെടുത്ത് ഓർഡർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണട കട നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുപോലെ. ഇതിലും വലിയ സൗകര്യം വേറെ എന്തുണ്ടല്ലേ? അപ്പോ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള കണ്ണടകളെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? അതാണ് അവരുടെ അടുത്ത രഹസ്യം: വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. അതായത് ഫ്രെയിം ഡിസൈൻ ചെയ്യുന്നത് മുതൽ അതുണ്ടാക്കുന്നത്, സപ്ലൈ ചെയ്യുന്നതുവരെ എല്ലാം ലെൻസ്കാർട്ട് നേരിട്ടാണ് ചെയ്യുന്നത്. ഇടനിലക്കാരെ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വില നന്നായി കുറയ്ക്കാൻ പറ്റും. സിമ്പിൾ. അപ്പോൾ ഈ തന്ത്രങ്ങളെല്ലാം ചേർന്നുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം. ഈ ടൈം ലൈൻ നോക്കൂ. 2014 ഏകദേശം $100 മില്യൺ അവരുടെ മൂല്യം. എന്നാൽ വെറും 6 വർഷം കൊണ്ട് 2020 അത് $1 ബില്യൺ ആയി. അതായത് ഒരു യൂണിക്കോൺ കമ്പനി. ഇന്ന് 2025 ആകുമ്പോഴേക്കും $10 ബില്യൺ മുകളിലാണ് മൂല്യം കണക്കാക്കുന്നത്. എന്തൊരു വളർച്ചയാണെന്ന് നോക്കൂ. അവര് വെറുമൊരു ഓൺലൈൻ കമ്പനിയായി ഒതുങ്ങിയില്ല. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി 2000-ലധികം ഫിസിക്കൽ സ്റ്റോറുകളുണ്ട് ലെൻസ്കാർട്ടിന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓംനി ചാനൽ സ്ട്രാറ്റജിയുടെ വിജയം. ഓൺലൈനിലും ശക്തം, ഓഫ്ലൈനിലും ശക്തം. ഈയൊരു ചാർട്ട്
അവരുടെ വളർച്ചയുടെ വേഗത വ്യക്തമാക്കും. 2018 അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായ ടൈറ്റൻ ഐ+ ഏകദേശം 10 മുതൽ 20% വരെ വളർന്നപ്പോൾ ലെൻസ്കാർട്ട് വളർന്നത് എത്രയാണെന്നോ? ഏതാണ്ട് 70%. അതായത് മാർക്കറ്റിനെ ശരിക്കും പിടിച്ചുകുലുക്കി എന്ന് തന്നെ പറയാം. ഇത്രയൊക്കെ വിജയിച്ചു. ഇനി എന്താണ് മുന്നോട്ട്? ലെൻസ്കാർട്ടിന്റെയും നമ്മുടെ എല്ലാം കണ്ണടകളുടെയും ഭാവി എന്തായിരിക്കും? നമുക്ക് നോക്കാം. അവരുടെ മുന്നോട്ടുള്ള വഴികൾ വളരെ വലുതാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് കൂടുതലെത്തണം, ലോകവിപണിയിൽ കൂടുതൽ ശക്തരാകണം, പിന്നെ ഏറ്റവും പ്രധാനം സ്മാർട്ട് ഗ്ലാസുകൾ പോലെയുള്ള പുതിയ ടെക്നോളജികൾ. തീർച്ചയായും വളർച്ച നിലനിർത്തുക, ലാഭമുണ്ടാക്കുക തുടങ്ങിയ വെല്ലുവിളികളുമുണ്ട്. 2025 ഒരു IPOയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ അവസാന ഒരു ചോദ്യം. ടെക്നോളജിയും ആരോഗ്യവും ഇങ്ങനെ ഒന്നിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സ്ക്രീനായി നമ്മുടെ കണ്ണടകൾ മാറുമോ? ലെൻസ്കാർട്ടിന്റെ ഈ യാത്ര നമ്മളോട് പറയുന്നത് ഒരു കാര്യമാണ്. കണ്ണടകൾ ഇനി കാഴ്ച നന്നാക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായിരിക്കില്ല. ഒരുപക്ഷേ നമ്മുടെ ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ നമ്മുടെ കണ്ണടകളായിരിക്കും. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ.